ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ RRB NDPCയുടെ മിക്സ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അടുത്ത ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 4 ക്ലാസ്സുകൾ ചെയ്തു കഴിഞ്ഞു. അതെല്ലാം നമ്മളുടെ ഈ ഒരു പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 5ാമത്തെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും കൺസെപ്റ്റും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡും നിങ്ങൾക്ക് എക്സാമിന് അതെങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ്സും കാണിക്കുന്ന ഒരു സീരീസ് ആണ് ഈ ഒരു മിക്സ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കും അത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ആ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഡിറ്റോ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഇതിൽ നിന്നുള്ള മെത്തേഡൊക്കെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും യൂസ് ചെയ്യാം, നിങ്ങളുടെ പ്രാക്ടീസിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് NDPCയുടെ ക്ലാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ദിശ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാവുന്നതാണ്. 100% നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ പഠിക്കാവുന്നതാണ്. ഡെമോ ക്ലാസ്സുകൾ എടുത്ത് കണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഡീറ്റെയിൽസും ആണ്. ഇത് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് ആയിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് സെയിം ചാപ്റ്റേഴ്സിലെ സെയിം കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നമുക്ക് വളരെ വേഗത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ സെയിം കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റും. അതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ എന്നാൽ നിങ്ങളുടെ NDPC എക്സാം നടന്നത് 2022, ലാസ്റ്റ് NDPC നടന്നത് 2022 ആ ഒരു സമയമാണ്, 2021 സമയമാണ്. ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ആ ലെവലിലായിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് SSC ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ അതിനുവേണ്ടി എടുക്കാം, ഒന്നും പ്രശ്നമല്ല. പക്ഷേ ആദ്യം നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ Pയും Qയും Rഉം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days, 90 days and 36 days respectively. P started the work, Q joined him after 7 days. If R joined him after 8 days from the beginning, then how many days did R work? R എത്ര ദിവസം വർക്ക് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് ക്ലാസ്സസ് ഈ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ ക്ലാസ്സസ് മലയാളത്തിൽ ഈ ഒരു ചാനലിലായിരിക്കും ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതെടുത്തിട്ട് ചെയ്യേണ്ടത് ആ ഒരു SSC GD 2022 പ്ലേലിസ്റ്റിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു 3 ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകൾ ടൈം ആൻഡ് വർക്കിൻ്റെ മാത്രമായിട്ട് പല എക്സാമുകൾക്ക് അതിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് SSC എക്സാമിനായിരിക്കും. പക്ഷെ അത് നിങ്ങൾ കാണണം അതേ ലെവലിൽ തന്നെ. കാര്യം TCS എന്നാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്നത് ആദ്യമേ എല്ലാവരും ബേസിക് ആയിട്ടുള്ള ബേസിക് മെത്തേഡ് ഞാൻ എഴുതുവാണ്. ഇതൊരിക്കലും എക്സാമിന് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ PR ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എഴുതാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ അത് ജോലി കിട്ടുന്നവരെ എഴുതിക്കോളുക. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്, അത് ഇനി എല്ലാ ക്ലാസ്സിലും ഞാൻ പറയും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഡെയിലി എഴുതേണ്ടത്. യെസ്, അത് ചാനലിലുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ Pക്ക് 40 ദിവസം എടുക്കും, Qവിന് 90 ദിവസം എടുക്കും, Rന് 36 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ എഫിഷ്യൻസി എന്താണെന്നും അതിൻ്റെ കൂടുതൽ കൺസെപ്റ്റുകളോ ഒന്നും പറയുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ 40, 90, 36ന്റെ LCMനെ നമ്മൾ എന്തായിട്ട് എടുത്തു, ടോട്ടൽ വർക്കായിട്ട് എടുത്തു. നിങ്ങൾക്ക് ടോട്ടൽ LCM എടുക്കാം, മൾട്ടിപ്പിൾ എടുക്കാം, എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ച് എഫിഷ്യൻസി ചേഞ്ച് ആവും. ഇനി എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഇപ്പോൾ Pയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം P എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും, അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഞാനിവിടെ ടോട്ടൽ വർക്കിനെ ഇവരുടെ LCM ആയിട്ട് എടുക്കുവാണ്. LCM എന്ന് പറഞ്ഞാൽ 90ന്റെയും 36ന്റെ LCM 180 ആണ്. 90 ഗുണം 2 180 ആണ്, 36 ഗുണം 5 180 ആണ്. LCM HCFന്റെ ക്ലാസ് കണ്ടാൽ LCM HCF എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾ ആണ്, ലീസ്റ്റ് കോമൺ 180 ആണ്. ഇനി 180ഉം 40, 180ന്റെ 40ന്റെ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 180 40 360 ആണ്. 40 ഗുണം 9 360 ആണ്, 180 ഗുണം 2 360. 360 ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ വേറെ ഉള്ളവരൊക്കെ പഠിക്കുന്നത് 40 90 36 എന്നൊക്കെ എഴുതി 2 എടുത്തു, ഇങ്ങനെ ചെയ്ത് 4 സ്റ്റെപ്പൊക്കെ എഴുതി ആയിരിക്കും LCM കണ്ടുപിടിക്കുന്നത്. അങ്ങനെയല്ല, LCM കണ്ടുപിടിക്കാനുള്ള മെത്തേഡും എല്ലാം ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നന്നായിട്ട് പഠിക്കും. അപ്പോൾ 360 ടോട്ടൽ വർക്ക് ആണെങ്കിൽ 40 ദിവസം കൊണ്ടാണ് P അത് ചെയ്യുന്നത്. ഒരു ദിവസം P എത്ര ചെയ്യും? 360 ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ഒരു ദിവസം 360 ബൈ 40 9 യൂണിറ്റ് വർക്ക് ചെയ്യും.
9 യൂണിറ്റ് വർക്ക് വെച്ച് 40 ദിവസമാണ് 360 കംപ്ലീറ്റ് ആക്കുന്നത്. ക്യൂ എത്രയാണ് എഫിഷ്യൻസി? 360/90, 2 കിട്ടും, 4 കിട്ടും, 4 × 90 360. 4 യൂണിറ്റ് വർക്ക് വെച്ച് 90 ദിവസം ചെയ്യാനുണ്ട്. 36/360/36 10 അപ്പൊ 10 6ന്റെ എഫിഷ്യൻസി. നമുക്ക് എന്ത് കിട്ടി? ഓരോരുത്തരും ഓരോ ദിവസം ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം കിട്ടി. ഇനി ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? പി സ്റ്റാർട്ടഡ് ദ വർക്ക്. അപ്പൊ പി ആണ് വർക്ക് തുടങ്ങിയത്. ക്യൂ ജോയിൻ ഹിം ആഫ്റ്റർ 7 days. അതായത് പി ആണ് സ്റ്റാർട്ട് ചെയ്തത്, ക്യൂ 7 ദിവസം കഴിഞ്ഞേ വന്നിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ 7 ദിവസം ആരാണ് വർക്ക് ചെയ്തത്? പി ആണ് വർക്ക് ചെയ്തത്. പി ഒരു ദിവസം 9 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെ 7 ദിവസം പി വർക്ക് ചെയ്തു. 9 × 7 63 യൂണിറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. റിമൈനിങ് എത്ര ഉണ്ട്? 360 ടോട്ടൽ വർക്ക് ഉണ്ടെങ്കിൽ 63 കഴിഞ്ഞത്. 63 ബാക്കി എത്ര ഉണ്ട്? 360 - 63 297 യൂണിറ്റ് ആണ് ബാക്കി നമുക്കുള്ളത്. ഇനി ഇപ്പൊ ആരൊക്കെയായി? പിയും ക്യൂവും ആയി. അവർ രണ്ടുപേരോട് ഒരു ദിവസം എത്രയാണ് ചെയ്യുന്നത്? 9 × 4 13 യൂണിറ്റ് വർക്ക് അവർ രണ്ടുപേരോട് ചെയ്യും. അതായത് അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 13. ഇനി ഇഫ് ആർ ജോയിൻ ദം ആഫ്റ്റർ 8 days ഫ്രം ദ ബിഗിനിങ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 7 ദിവസം കഴിഞ്ഞാണ് ക്യൂ വന്നത്. എന്നാൽ 6 വന്നത് എപ്പോഴാണ്? ആഫ്റ്റർ 8 days. അതായത് 8ാമത്തെ ദിവസം ആരേ ഉള്ളൂ? അടുത്ത ദിവസം ആരേ ഉള്ളൂ? പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞു, 8ാമത്തെ ദിവസം ആരേ ഉള്ളൂ? പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുകൂടി ആ ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്തെടുക്കും? 9 × 4 13 യൂണിറ്റ് വർക്ക് ചെയ്തെടുക്കും. അപ്പോൾ അടുത്ത ബാക്കിയുള്ളവർക്ക് എത്രയാണ്? ഇതിനകത്ത് 13 കുറയ്ക്കും. 13 കുറയ്ക്കുമ്പോൾ 284 ബാക്കിയുള്ളവർ. എന്നിട്ട് ആര് വന്നു? നമ്മുടെ ക്യൂ വന്നു. പി ക്യൂ ആറും. ഇപ്പൊ ആരൊക്കെ ഉണ്ട്? പിയും ക്യൂവും 6 ഉണ്ട്. 8 ദിവസം കഴിഞ്ഞതിന് ശേഷം അവരുടെ എഫിഷ്യൻസി എത്ര വരുന്നത്? 9 × 4 13 10 23. 23 ഇവർ 3 പേരും കൂടെയുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ദിവസം 6 വർക്ക് ചെയ്തു. ഇനി ബാക്കി ഉള്ള വർക്ക് 284 യൂണിറ്റ് ആണ്. ഇത് ആരൊക്കെയാ ചെയ്യുന്നത്? പിയും ക്യൂവും 6 കൂടാണ് ചെയ്യുന്നത്. അവരുടെ ടോട്ടൽ ഒരു ദിവസത്തെ വർക്ക് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പൊ ഇതിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 28 23 ഒരു വട്ടം എങ്ങനെ ഡിവിഷൻ ചെയ്യണം, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണം എന്നൊക്കെ ഈ ഒരു ചാനലിൽ തന്നെ, ഈ ഒരു റെയിൽവേയുടെ JEE NTPC 2.0 ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു വട്ടം എന്ത് ചെയ്യും? 28 പോവും. 54 23 എത്ര വട്ടം? 2 വട്ടം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 12 ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. 2 വട്ടം. ബാക്കി 10/54 ബാക്കി എത്ര? 8/23. 8/23 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു വർക്ക് ബാക്കി കംപ്ലീറ്റ് ആവും. അതിന്റെ അർത്ഥം എന്താണ്? ബാക്കി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ സമയം തന്നെയാണ് ആരും വർക്ക് ചെയ്യുന്നത്? നമ്മുടെ 6 വർക്ക് ചെയ്യും. 6 എന്ന് പറയുന്ന ആള് അത്രയും സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ബാക്കി വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ. പക്ഷെ ഇത്രയും ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമയത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാനോ നിങ്ങൾക്ക് പറ്റില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് പോലും കാണാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. കാണുമ്പോൾ തന്നെ 40 90 36. 40ന്റെ 90 നമുക്ക് 360 ആണ്, 36 360 ആണ്. ഇപ്പൊ ടോട്ടൽ വർക്ക് 360 എടുത്താൽ വേണമെങ്കിൽ അത് എഴുതിക്കും. എക്സാം മെത്തേഡ് ഇങ്ങനെ ആയിരിക്കാം. ഡീറ്റെയിൽ മെത്തേഡ് ഞാൻ പറഞ്ഞു. ഫസ്റ്റിന്റെ എഫിഷ്യൻസി നമുക്ക് കിട്ടി 9, മറ്റേന്റെ 4, മറ്റേന്റെ 10. 7 ദിവസം ഇത് മാത്രം വർക്ക് ചെയ്തു. 9 7 63 കഴിഞ്ഞു. 297 ബാക്കിയുണ്ട്. ഇത്രയാണ് ഇത്. ബാക്കി എല്ലാം മൈൻഡിലാണ് നടക്കുന്നത്. 297 ബാക്കിയുണ്ട്. പിന്നെ അടുത്ത ദിവസം 9 13 പോയി 284 ബാക്കിയുണ്ട്. ബാക്കി അടുത്ത ദിവസമാണ് 6 വരുന്നത്. അപ്പൊ 23 1 2 കാണുമ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. എഴുതുമ്പോൾ ഇത്ര മാത്രമേ നിങ്ങളുടെ പേപ്പറിൽ കാണാവൂ. ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതി ഇത്രേ കാണാവൂ. ബാക്കിയുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിലാണ് നടക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും ഇതിന്റെ ഡീറ്റെയിൽ മെത്തേഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കാര്യം യൂട്യൂബിൽ നിങ്ങൾക്ക് അല്ലാതെ ക്ലാസ് ആയിട്ടല്ല ഇടുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം നിങ്ങൾക്ക് കിട്ടട്ടെ. അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റുകൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ബാക്കി ക്ലാസ്സുകളെല്ലാം ദയവായിട്ട് കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ റൂൾസ്. The following line graph shows the annual profit percentage earned by a car manufacturing company during the period 2007 to 2012. ഇവിടെ എന്താണ്? ആനുവൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അതായത് ആ ഒരു വർഷം അവർക്ക് എത്ര ശതമാനം ലാഭം കിട്ടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഏർൻഡ് ബൈ കാർ കമ്പനി 40 55 45 65 70 60 ഓരോ വർഷത്തെയും പെർസെൻറ്റേജ്. ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ആനുവൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് closest to the average of the annual profit percentages in all the years given in the graph. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഏതാണ് ആൻസർ കിട്ടുന്നതെന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു.
ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് ആനുവൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ക്ലോസസ് ടു ദ ആവറേജ് ഓഫ് ദ ആനുവൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഇപ്പൊ എല്ലാത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരുന്നത്? എല്ലാത്തിന്റെ ആവറേജ് എന്ത് വരും? 40 കൂട്ടുക, 40, 55 ഇങ്ങനെ കൂട്ടുക. നിങ്ങൾ 40, 55, 95, 95, 45 അങ്ങനെ കൂട്ടരുത്. 40, 95, 140, 205, 275, 335. 335 ആണ് ടോട്ടൽ സമ്മ് ഡിവൈഡ് ബൈ നമ്പർ. 1, 2, 3, 4, 5, 6 ദിവസം അല്ലെങ്കിൽ 6 വർഷം. 5 35 5 വട്ടം 55 പോയിന്റ് സംതിങ്, 5 വട്ടം അല്ലെങ്കിൽ 56, ഏകദേശം 56-നടുത്ത് അല്ലെ. 336 ആയിരുന്നു, നമുക്ക് 56 കൊടുക്കാറുണ്ട്. ഏകദേശം 56-ന്റെ അടുത്താണ് നമുക്ക് ആവറേജ് വരുന്നത്. 56-ന്റെ അടുത്ത് ആവറേജ് വരുന്ന അല്ലെങ്കിൽ 56-ന്റെ അടുത്ത് വരുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എവിടെയാണുള്ളത്? ഓപ്ഷൻ ബി ആണ്. അതിൽ 2008 ആണ്. 2008 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ നമുക്ക് കൊടുക്കാം. ഇത് വലുതായിട്ട് എക്സാം മെത്തേഡ് ഇത് തന്നെയാണ്. എക്സാം മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ ഒരു DI ക്വസ്റ്റ്യൻ കാണുമ്പോൾ, നിങ്ങൾക്ക് ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഇപ്പൊ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കാൽക്കുലേഷനെയും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലുള്ള പെർസെൻറ്റേജ്, റേഷ്യോ, അതിലൊക്കെയുള്ള നിങ്ങളുടെ മികവ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കേണ്ട കാര്യമല്ല. ബാക്കി എല്ലാ ചാപ്റ്ററുകളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് താനെ ചെയ്യാൻ പറ്റേണ്ട ഒരു സാധനമാണ് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇതൊന്നും വായിക്കേണ്ട. ഫോളോയിങ് ലൈൻ ഗ്രാഫ് അതൊന്നും വേണ്ട. നിങ്ങളെ ഗ്രാഫ് നോക്കുക. അതിലെന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്, വർഷം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ആനുവൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ക്ലോസസ് ടു ദ ആവറേജ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആവറേജ് കണ്ടുപിടിക്കണം. 95, 140, 205, 275, 125/6 എന്ന് പറയുമ്പോൾ ഏകദേശം 55-ന്റെ അടുത്ത്, 55-ന്റെ അടുത്ത് വരുന്ന ഏതുണ്ട്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2008 മാത്രമേ ഉള്ളൂ. 2008 ഓപ്ഷൻ എ ആണ്. ഈ ക്വസ്റ്റ്യൻ വലിയ സമയം കൊടുക്കരുത്. ഈസി ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെറ്റിലോട്ട് കിടക്കാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നമ്മൾ റിപ്പീറ്റ്. അപ്പോൾ ഏകദേശം എല്ലാ ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു. നമ്മളൊരു ഈ ഒരു ഇത്രയും മിക്സ്ഡ് ക്വസ്റ്റ്യൻസിലൂടെ നമ്മളൊരു NTPCക്ക് വന്ന ഒരു CBT 2-ന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ നമുക്ക് അടുത്ത സെറ്റ് എടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോ സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ച് പോവുകയാണ്. യെസ്, ഇത് ടൈം ആൻഡ് വർക്കിന്റെ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്ററിൽ നിന്നുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ കൂടെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഫുൾ മാർക്കും നിങ്ങളുടെ മാത്സ് സ്ട്രോങ് ആവുന്നതിലൂടെ തന്നെ നിങ്ങളുടെ റീസണിങ്ങും സ്ട്രോങ് ആവും. യെസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്തേ. നോക്കാൻ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറയുന്നത്? A and B undertake to do a piece of work for ₹18,750. A can do it in 20 days and B can do it in 30 days. With the help of C, they finished it in 8 days. How much C should be paid for his work in proportion? ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എയും ബിയും ഒരു വർക്ക് ചെയ്യാൻ എയും ബിയും മാത്രമേ ഉള്ളെങ്കിൽ 18,750 രൂപയാണ് ആ വർക്കിന് വേണ്ടി അവർക്ക് കൊടുക്കുന്നത്. എക്ക് അത് ഒറ്റയ്ക്കാണെങ്കിൽ 20 ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റും. ബിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അത് 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. സിയും കൂടെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? 8 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കി. ഹൗ മച്ച് സി ഷുഡ് ബി പെയ്ഡ് ഫോർ ഹിസ് വർക്ക് ഇൻ പ്രൊപ്പോർഷൻ? അതായത് എത്ര രൂപ സിക്ക് കൊടുക്കണം ഈ ഒരു വർക്കിന് വേണ്ടി. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കും. ആദ്യമേ ഞാൻ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എ എന്ന് പറഞ്ഞാൽ 20 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബി എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ എയും ബിയും സിയും കൂടെ വന്നാൽ സിയുടെ എഫിഷ്യൻസി തന്നിട്ടില്ല. അപ്പൊ എത്ര വർക്ക് ചെയ്യുക? 18,750 രൂപയ്ക്ക് എത്ര രൂപ സിക്ക് കിട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിക്ക് എത്ര രൂപ കിട്ടണം എന്നറിയുന്നത് എങ്ങനെയാണ്? സി ഇതിൽ എത്ര പാർട്ട്, ടോട്ടൽ വർക്ക് ഉള്ളതിൽ എത്ര പാർട്ട് വർക്ക് സി ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിക്ക് എത്ര രൂപ കൊടുക്കണം എന്നുള്ളത്. ഇവിടെ എ 20 ദിവസവും ബി 30 ദിവസം ചെയ്യുന്നു.
എയും ബിയും സിയും കൂടെ 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ടോട്ടൽ വർക്കിനെ നമുക്ക് അസ്യൂം ചെയ്യാം നമ്മളൊരു എഫിഷ്യൻസി എടുക്കുകയാണ്. ഇത്രയാണെങ്കിൽ ഇത്രയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എഫിഷ്യൻസി അതിനനുസരിച്ച് മാറും, പക്ഷേ എഫിഷ്യൻസിയുടെ റേഷ്യോ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ 20, 30, 8 LCM വേണം. 20ന്റെ 8ന്റെ LCM നമുക്ക് കിട്ടും എത്രയാണ്? 80. 30-80 കോമൺ ആയിട്ട് 3 ഇല്ല, അപ്പോൾ 240 ആയിരിക്കും ഇവിടെ LCM. 120 8ന്റെ മൾട്ടിപ്പിളാണ് 120, 30ന്റെ മൾട്ടിപ്പിളാണ് 120, 20ന്റെ മൾട്ടിപ്പിളാണ് 60 വരത്തില്ല. 120 ആണ് നമ്മുടെ LCM. നമുക്ക് 240 എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, എഫിഷ്യൻസി ഡബിൾ ആവുന്നേ ഉള്ളൂ. വർക്ക് ഡബിൾ ആയിട്ട് എടുത്താൽ എഫിഷ്യൻസിയും ഡബിൾ ആവുന്നേ ഉള്ളൂ. അപ്പോൾ 120 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എങ്കിൽ എയുടെ എഫിഷ്യൻസി 6ഉം ബിയുടെ എഫിഷ്യൻസി 4ഉം 120/30. എയും ബി സിയും കൂടെ എത്ര വരും? നമുക്ക് സി ഇവിടാണ് വരുന്നത്, 120/8 15 വരും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്യാൻ എക്ക് 6 യൂണിറ്റ് ഒരു ദിവസം ചെയ്താൽ ബി ഒരു ദിവസം 4 യൂണിറ്റ് ചെയ്യും. എന്നാൽ സി എത്ര ചെയ്യുന്നത്? എയുടെയും ബിയുടെയും കൂടെ സി വന്നപ്പോൾ ടോട്ടൽ എത്ര വന്നു? 15 വന്നു. എയും ബിയും കൂടെ കൂട്ടുമ്പോൾ 6 4 10 നമുക്ക് വരത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് 15 വന്നത്? അവിടെ എക്സ്ട്രാ ആയിട്ട് സിയും കൂടെ വന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് സി വന്നതുകൊണ്ട് സി എത്ര യൂണിറ്റ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്? 6 4 10 ആയി. 10ന്റെ കൂടെ 5 കൂട്ടണം നമുക്ക് 15 ആവാൻ വേണ്ടി. അതിന്റെ അർത്ഥം എന്താണ്? ടോട്ടൽ ഒരു ദിവസത്തെ വർക്ക് എടുക്കുവാണെങ്കിൽ അതില് സി 5 ദിവസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 5 യൂണിറ്റ് വർക്ക് ചെയ്യും. സിക്ക് കിട്ടുന്ന പൈസയും അതനുസരിച്ചായിരിക്കും. ടോട്ടൽ ഇവരെല്ലാവരും കൂടെ ഒരു ദിവസത്തിൽ 15 യൂണിറ്റ് വർക്ക് ചെയ്താൽ ഒരു ദിവസത്തിൽ ചെയ്യുന്ന വർക്കിനോട് കൺവേർട്ട് ചെയ്തു എയും ബിയും സിയും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 6:4:5 ആണ്. ഇത് ബേസിക് മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇപ്പൊ ടോട്ടൽ 15 യൂണിറ്റ് വർക്ക് അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ്, 15ന് വേണ്ടിയാണ് നമ്മൾ എത്ര കൊടുക്കുന്നത്? 18,750 രൂപ കൊടുക്കുന്നത്. എന്നാൽ സിക്ക് മാത്രം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിക്ക് മാത്രം എത്ര യൂണിറ്റ് ആണ്? 5 യൂണിറ്റ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ. 15ന് ഇത്രയാണ് കൊടുക്കുന്നതെങ്കിൽ 5ന് എത്ര? അപ്പൊ നമുക്ക് 5 കൊണ്ടിന് കിട്ടുമ്പോൾ ഇവിടെ 3 കിട്ടും. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ 18/3. 6 6ൽ സ്റ്റാർട്ട് ചെയ്യും. 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 7/3 2 അപ്പൊ 6 2 തുടങ്ങുന്ന ഓപ്ഷൻ ഡി ഉള്ളൂ. 6 2 5 0 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ എന്ത് കൺസെപ്റ്റാണ് പഠിച്ചത്? ഇത് വർക്ക് ആൻഡ് വേജസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. വർക്ക് ആൻഡ് വേജസും SSC GDയുടെ ആ ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ്സിൽ ആ ടൈപ്പും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ വർക്ക് ആൻഡ് വേജസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എഫിഷ്യൻസി, ഒരു വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസിയെ പ്രൊപ്പോർഷനിലായിരിക്കും നമ്മുടെ വേജസ് എന്ന് പറയുന്നത്. നമുക്ക് ദിവസം വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് ചിലപ്പം 120/5 എത്രയാണ്? 24 ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 24 ദിവസം വെച്ചല്ല ചെയ്യേണ്ടത്, അവർ ചെയ്യുന്ന വർക്ക് അനുസരിച്ച്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമാണ്. ടൈം വെച്ച് നമുക്ക് വരത്തില്ല. എന്ത് വെച്ചായിരിക്കണം പൈസ കൊടുക്കേണ്ടത്? എഫിഷ്യൻസി വെച്ചായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചത്. മനസ്സിലായോ? 20 × 6 120 ചെയ്യും. പക്ഷെ എഫിഷ്യൻസി വെച്ചത് ഒരു ദിവസത്തെ വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാവുന്നത്. അവർ എത്ര വർക്ക് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ എഫിഷ്യൻസി വേണം. അല്ലാതെ ടൈം വെച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേജസിന്റെ അളവ് അല്ലെങ്കിൽ എത്ര കൂലി കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? അല്ല, എക്സാമിന് ഇങ്ങനെ ചെയ്യേണ്ടതല്ല. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇത് തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും എക്സാം മെത്തേഡ് എന്ന് പറയുന്നത്? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യും? എക്സാം മെത്തേഡ് പറഞ്ഞിരിക്കും. എക്സാം മെത്തേഡ് എങ്ങനെയാണ്? നിങ്ങൾ എക്സാം ആവുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ക്വസ്റ്റ്യൻസ് മാത്രം, അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് മാത്രം ചെയ്യുന്നത്. പക്ഷെ അതിന് നിങ്ങളെല്ലാം പഠിക്കണം. പെയ്ഡ് ആയിട്ട് പഠിച്ചവർക്കും ആപ്ലിക്കേഷൻ പഠിച്ചവർക്കും അല്ലാത്തവർക്കും വേണ്ടി എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ആ ഒരു എക്സാം ടൈം ആവും. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ടൈമാണ്. അങ്ങനെ തന്നെ പഠിക്കും. ഇനി എക്സാം മെത്തേഡ് എങ്ങനെയായിരിക്കും? കാണുമ്പോൾ തന്നെ എയും ബിയും ടോട്ടൽ ഇത്രയാണ്. എക്ക് 20 ദിവസം 30 ദിവസം 8 ദിവസം സിയും കൂടെ വരുമ്പോൾ LCM എടുക്കുക 120. എയുടെ 6, ബിയുടെ 4, സിയുടെ എയും ബി സിയും കൂടെ 120/8 15 വരും. 15 വരണമെങ്കിൽ 10, സിയുടെ 5 വരും. ആൻസർ 5/15 1/3. 18,750/3 ആണ്. 18/3 6 2 തുടങ്ങുന്ന ഓപ്ഷൻ ബി. ഇത്രയും നിങ്ങളുടെ പേപ്പറിൽ, ക്വസ്റ്റ്യന്റെ പേപ്പറിൽ അല്ലെങ്കിൽ തരുന്ന റഫ് പേപ്പറിൽ ഇത്രയും മാത്രമേ കാണാവൂ. ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ച് ഈ ഒരു ലെവലിൽ എത്തി തന്നെ നിങ്ങൾ ചെയ്യും. ഇത്രയും നിങ്ങളുടെ പേപ്പറിൽ കാണാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ പോകും. ബാക്കി എഴുതുന്ന സംഭവമൊക്കെ എഴുതി അവിടെ തന്നെ കാണും. അത് പ്രാക്ടീസ്, എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. അതിന് എത്രത്തോളം നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. ഓരോരുത്തർക്കും ഡിഫറെന്റ് എമൗണ്ട് ഓഫ് ടൈം ആയിരിക്കും ഇതിനു വേണ്ടി വരുന്നത്. അതനുസരിച്ച് വർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ DT സമ്മിന്റെ ഒന്നും ആവശ്യമില്ല, വേഗത്തിൽ തന്നെ
ചെയ്യാൻ പറ്റാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഹെമിസ്ഫിയറിന്റെ വോളിയം. ഇതൊക്കെ നമ്മൾ ഇനി നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത പറയുന്നത്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ? ആവി റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം ആണ് വേണ്ടത്. ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയറിന്റെ വോളിയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. ഹെമിസ്ഫിയർ ആകുമ്പോൾ എന്ത് വരും? അതിന്റെ പകുതി. ഹെമിസ്ഫിയർ ആകുമ്പോൾ അതിന്റെ പകുതി മതി. 2/3 പൈ ആർ ക്യൂബ്. ആൻസർ കൊടുക്കാം 2/3 പൈ. പൈ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇൻറ്റു 3ന്റെ ക്യൂബ്. 3 × 3 × 3 ആണ്. നമുക്ക് എന്ത് മതി? 3 × 3 മതി. ഒരു 3 വെട്ടിപ്പോവും. 3 3 9 2 18. 18 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഒരു പേന എടുക്കാതെ തന്നെ എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് തന്നെ മതി. എക്സാം മെത്തേഡും അത് തന്നെ മതി. ആ ഫോർമുല പഠിച്ചു വെച്ചോളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതൊന്നും ചെയ്തേ, സ്വന്തം ചെയ്യാൻ പറ്റും നോക്കേ. PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ഇൻ എ സർക്കിൾ വിത്ത് സെന്റർ OM. ആംഗിൾ PQRും ആംഗിൾ PSRും ആർ ഇൻ ദ റേഷ്യോ 11:7. ഇഫ് PQ ഉം QRും ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് OPQ. ഈ ഒരു ഫിഗർ വരയ്ക്കാൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വേഗം ഒന്ന് ഫിഗർ വരച്ച് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞു. ആൻസർ പറഞ്ഞു. വേഗം പറഞ്ഞു. ഫിഗർ വരയ്ക്കാതെ ജോമെട്രി ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഒന്നും ചെയ്യാൻ പറ്റില്ല. 80% ക്വസ്റ്റ്യൻസും നമുക്ക് ഫിഗർ വരയ്ക്കേണ്ടി വരും. ചെയ്തേ. ചെയ്തേ. ഫിഗർ വരച്ചോ. യെസ്. ഇവിടെ പറയുന്നത് PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ബേസിക് മെത്തേഡ് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ബേസിക് മെത്തേഡ് PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ അകത്ത് അതിന്റെ 4 വെർട്ടിസസും സർക്കിളിന്റെ അകത്ത് തന്നെ വരുന്ന ടൈപ്പ് ക്വാഡ്രിലാറ്ററൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ എന്താ വരുന്നത്? സർക്കിളിൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ വരുന്നുണ്ട്. ഇങ്ങനെ 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 ആണെന്ന് വെച്ചോ. ഏത് രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. 4 വെർട്ടിസസ്, 4 വശങ്ങളുള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇതേതാണ്? PQRS ആണ് ക്വാഡ്രിലാറ്ററൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സെന്റർ എന്താണ്? ആ സർക്കിളിന്റെ O ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ പറയുന്നു PQRും PSRും. PQR ഇതും PSRും ഇതിന്റെ റേഷ്യോ. നമ്മളൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 വശങ്ങളും 4 വെർട്ടിസസും ഒരു സർക്കിളിൽ ആവുന്ന ടൈപ്പ് ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ സമ്മം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ഇതും കൂട്ടുന്നത് 180 ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും കൂട്ടുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ഇവിടെ തരുന്നു PQRും PSRും 11:7 തരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? PQR 11 യൂണിറ്റ് ആണെങ്കിൽ PSR 7 യൂണിറ്റ് എന്നാ പറയുന്നത്. ഇത് 11 ആണെങ്കിൽ ഇത് 7 എന്നാ പറയുന്നത്. ഇത് 11 ആണെങ്കിൽ ഇത് 7 എന്നാ പറയുന്നത്. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 7 18 യൂണിറ്റ് ആണ് കിട്ടുന്നത്. 18 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 180. ഇതൊരിക്കലും എക്സാം മെത്തേഡ് അല്ല, ഞാൻ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് പറയുവാണ്. എന്റെ ബേസിക് ആയിരിക്കും പലരുടെയും ഷോർട്ട് കട്ട്. 18 യൂണിറ്റിന്റെ വാല്യൂ ആണ് 180 ഡിഗ്രി. നമുക്ക് എത്ര വാല്യൂ ആണ്? ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 7ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 180 18 10 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 7ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
7 ഗുണം 10 ഒറിജിനൽ വാല്യൂ 70 ഡിഗ്രിയും 11ന്റെ വാല്യൂ 110 ഡിഗ്രി ആയിരിക്കും. രണ്ടൂടെ കൂട്ടുമ്പോൾ 180 വന്നു. റേഷ്യോ 11:7 അത് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നിങ്ങളുടെ കമാൻഡ് അറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. അടുത്ത് പി ക്യൂവും ക്യു ആറും ഈക്വൽ ആണ്. പി ക്യൂവും ക്യു ആറും ഈക്വൽ ആണ്. പി ക്യൂവും ക്യു ആറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ലൈൻ നമ്മൾ ജോയിൻ ചെയ്താൽ പി ക്യൂവും ക്യു ആറും ഈക്വൽ ആണ്. ക്യു ആറും ഈക്വൽ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഞാനിവിടെ ഈ പി ആർ എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്യാം. നമുക്ക് ഒ യു ആയിട്ട് പോകുന്നില്ല. ഒ എന്ന് പറഞ്ഞ സെന്റർ ആണ്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒ പി ക്യു. പി ക്യു അത് ഒയിൽ നിന്നും പിയിലോട്ട് പോയി ക്യൂവിലോട്ട്. ഒ പി ക്യു ആണ്. അതായത് ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പി ക്യു എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ഒരു കോഡ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ കാര്യം ആലോചിക്കുക. ഞാൻ അതിന് മുന്നേ ഒരു പി ക്യു ജോയിൻ ചെയ്തതിന് മുമ്പേ ഇതിന്റെ എക്സാം എതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പടപെടാൻ മനസ്സിലാവും. ഇവിടെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ഈ ഒരു ഫിഗറിനെ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലൈൻ ജോയിൻ ചെയ്തു, പി ആർ എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്താൽ പി ക്യൂവും ക്യു ആറും ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡിനുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ക്യു പി ആറും ക്യു ആർ പിയും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആ ആംഗിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 110 ആണ്. ടോട്ടൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 110 കുറയ്ക്കുന്ന 70 ഡിഗ്രി ആയിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? രണ്ടുപേർക്കും ബാക്കി 70 ഡിഗ്രിയാണ് ഉള്ളത്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 35 ഡിഗ്രി, ഇവിടെ 35 ഡിഗ്രി. രണ്ടിടത്തും 35 ഡിഗ്രി വെച്ചായിരിക്കും പോകുന്നത്. എന്ത് ചെയ്യാം? 35 കിട്ടും. ഇനി നമുക്ക് ചോദിക്കാനുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒ പി ക്യു. പി ക്യു എന്ന് പറയുമ്പോൾ ഒ സെന്റർ ആണ്. ഒയും പിയും ക്യൂവും കൂടെ ചോദിച്ചത് ഈ ഒരു സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പി ക്യു. പി ക്യു എന്ന് പറഞ്ഞാൽ 110 വന്നു, 35 വന്നു. ഒ പി ക്യു. യെസ്. അപ്പൊ ടോട്ടൽ ആംഗിളാണ് വേണ്ടത്. അപ്പൊ അത് എത്ര കിട്ടും? നമുക്ക് എന്ത് വേണം? നമുക്ക് ഇവിടെ ഒരു 35 കിട്ടി. ബാക്കി ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളാണ് വേണ്ടത്, ഒയും പിയും ക്യൂ. ആ ഉച്ചയ്ക്ക് പോ. ആ ശരി. ഓക്കെ. അപ്പൊ ഇവിടെ ഒ പി ക്യൂ എന്ന് പറയുന്ന ആ ഒരു ആംഗിളാണ് വേണ്ടത്. എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ട്രയാങ്കിൾ പി ക്യൂ ഒ എന്ന് പറയുന്നത് എന്താണ്? ഐസോസിലസ് ആണ്. എങ്ങനെയാണ് ഐസോസിലസ് വരുന്നത്? ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുവാണ്. എങ്ങനെ ഐസോസിലസ് വരുന്നത്? ഒ പി എന്ന് പറയുന്ന സൈഡും ഒ ക്യൂ എന്ന് പറയുന്ന സൈഡും എന്താണ്? നമ്മുടെ റേഡിയസ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് സെന്ററിൽ നിന്നും സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ഇത് റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ട് ഈക്വലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ആംഗിൾ ഒ പി ക്യൂ എന്ന് പറയുന്ന ആംഗിളും ഒ ക്യൂ പി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ ഒ പി ക്യൂ ഈക്വൽ ടു ആംഗിൾ ഒ ക്യൂ പി ഇത് ഈക്വൽ ആണ്. കാര്യം ഇതും എന്താണ്? ഐസോസിലസ് ആണ്. ഈക്വൽ സൈഡ്സ് ആണ് ഇത് രണ്ടും. അതിന്റെ ഓപ്പോസിറ്റ്സ് ഉള്ള ആംഗിൾസ്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത്, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ആംഗിൾ പി ഒ ക്യൂ വേണം. പി ഒ ക്യൂ എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കിട്ടും? ഇതൊക്കെ നന്നായിട്ട് ജോമെട്രി പഠിച്ച ഒരാൾക്ക്, തിയറംസ് ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ആദ്യം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മളുടെ സർക്കിളിന്റെ അതായത് ഒരു ആർക്കാണെന്ന് വെച്ചു, ആർക്ക്, ഇതിനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. അത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അതേ ആർക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണെന്ന് വെച്ചോ. ഞാനിവിടെ ഇത് സെന്റർ ആണെന്ന് വെച്ചോ. ഇത് തീറ്റ ആണെങ്കിൽ ഈ നടുക്കുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 തീറ്റ ആയിരിക്കും. നമ്മുടെ സർക്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. സർക്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള സർക്കിളിന്റെ ക്ലാസ്സും ഓൾറെഡി ദിശ അക്കാഡമി ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ സർക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് പ്രോപ്പർട്ടി, സർക്കിളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സർക്കിൾ ദിശ അക്കാഡമി മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കത് നോക്കാം. ഇവിടെ 35 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പൊ പി ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ആർക്കിനെ മാത്രം ശ്രദ്ധിക്കാം. പി ക്യൂ എന്ന് പറയുന്ന ആർക്കിനെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ പി ക്യൂ എന്ന് പറയുന്ന ആർക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ 35 ഡിഗ്രി. അതേ പി ക്യൂ എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ പി ഒ ക്യൂ എന്ന് പറയുന്നത്. പി ആർ ക്യൂവും പി ഒ ക്യൂ. അപ്പോൾ പി ആർ ക്യൂ 35 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും പി ഒ ക്യൂ. പി ഒ ക്യൂ എത്ര കിട്ടി നമുക്ക്?
35ന്റെ ഇരട്ടി 70 ഡിഗ്രി നീട്ടി. പി ഒ ക്യൂവിന്റെ വാല്യൂ നീട്ടി 70 ഡിഗ്രി നീട്ടി. എങ്ങനെയാണ് 35ന്റെ ഇരട്ടി 70 നീട്ടി. പി ഒ ക്യൂ 70 കിട്ടിക്കഴിഞ്ഞാൽ പി ഒ ക്യൂ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി നീട്ടി. അപ്പൊ പി ഒ ക്യൂ 70 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? ആംഗിൾ ട്രയാംഗിൾ പി ക്യു ഒയിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. പി ക്യു ഒയിൽ 70 ഓൾറെഡി സെന്ററിൽ വന്നു. അപ്പം 180 മൈനസ് ടോട്ടൽ സമ്മ് 180 ആണ് ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ. 110 ഡിഗ്രി ആയിരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ ആംഗിൾ ഒ പി ക്യൂ ഒ ക്യൂ പിയും ഈക്വൽ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. 55 എന്തുകൊണ്ടാ? മറ്റേ രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഐസോസിൽസ് ആണ്. ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. 110/2 55 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഈ കാര്യങ്ങളല്ല, ഈ ഒരു കാര്യവും ഈ ഐസോസിൽസ് ട്രയാംഗിളിന്റെ കാര്യം എല്ലാം നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്വസ്റ്റിന്റെ എക്സാം ചെയ്താൽ എങ്ങനെ? എനിക്ക് ഇത്രയും സ്ഥലം മതി, ക്വസ്റ്റിൻ എക്സാം ചെയ്താൽ ഇത്ര മതി. നമ്മൾ എന്ത് ചെയ്തു? പി ക്യു ആർ എസ് സൈക്ലിക് ആയിട്ടുള്ള ഒരു കോഡിലായിട്ടാണ് എക്സാം ചെയ്തത്. പി ക്യു ആർ എസ് ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയെല്ലാം നമ്മൾ ഇത് ഡിറൈവ് ചെയ്യേണ്ടത്. പി ക്യു ആർ എസ് സൈക്ലിക് ആയിട്ടുള്ള കോഡിലാട്ടറാണ്. അപ്പൊ അതിനകത്ത് സെന്റർ ഒ ആണ്, ആയിക്കോട്ടെ. പി ക്യു ആറും പി എസ് ആറും ഓപ്പോസിറ്റ് ആണ്, മനസ്സിലായി. റേഷ്യോ 11:7 ആണ്. ടോട്ടൽ 18ന്റെ വാല്യൂ 180 ആണെങ്കിൽ 1ന്റെ വാല്യൂ 10 ആണ്. 11ന്റെ വാല്യൂ പി ക്യു ആർ ഇത് 110ഉം ഇത് 70ഉം ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് പി ക്യു ക്യു ആർ ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇത് 35 ഡിഗ്രി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തു. ഒ പി ക്യു ആണ് വേണ്ടത്. ജോയിൻ ചെയ്തു. 35 ആണെങ്കിൽ ഇത് എത്ര നീട്ടും? 70 നീട്ടും. ഓക്കെ, ഇത് 35 ആണെങ്കിൽ അത് 35 കിട്ടി. 35 ആണെങ്കിൽ ഇത് 70 നീട്ടും. ബാക്കി രണ്ടും 110 ആണ് ടോട്ടൽ സമ്മ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും ഉള്ള വെച്ചിട്ടാണ് 70 കിട്ടിയത്. അതൊക്കെ മൈൻഡിലൂടെ പോണ്ട. ഈ ബാക്കിയുള്ള ഈ ഒരു ആംഗിളാണ് ഒ പി ക്യു ആണ് വേണ്ടത്. അത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 180ൽ നിന്നും 70 കുറച്ചപ്പോൾ 110 ആണ് വന്നത്. ആ 110 ആയിരിക്കും എവിടെയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇതും 55, ഇതും 55. ഇനി ആംഗിൾ ഒ ആർ ക്യൂ ചോദിച്ചാലും ആംഗിൾ ഒ ആർ ക്യൂ ചോദിച്ചാലും എന്ത് തന്നെ ആയിരിക്കും? 55 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ, എക്സാമിന് ഇത്രയും ചെയ്യാനുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജോമെട്രിയിലെ സർക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റുകളും എല്ലാം പഠിച്ചു, എല്ലാം നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. അപ്പം മനസ്സിലായി കാണും. കാൽക്കുലേഷനും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന് വരുന്നു. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് നിങ്ങളിത് കമന്റ് ആയിട്ട് പറയുക. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കാണുക. ബാക്കി ക്ലാസ്സിലെല്ലാം കാണുക. അത് മാത്രം ചെയ്യുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ക്ലാസ്സുകളെടുത്ത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. പഠിച്ച് തന്നെ ജോലി വാങ്ങുക. കോമ്പറ്റീഷൻ കൂടുതലാണ്. നന്നായിട്ട് ഉള്ള കണ്ടന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി എടുത്ത് വരാൻ പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവരും ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.